ഇവിടെ ഉണ്ടായ നിരവധി പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇവിടെ ഒരു നിലക്കും ഈ മഖ്ദൂമിയാവട്ടെ അതിൻ്റെ ഖാദിമികൾക്കാവട്ടെ ഈ മണ്ണിൽ നിൽക്കാൻ വരെ കഴിയാത്ത സ്ഥാപനം ഉണ്ടാക്കുന്നത് പിന്നെയല്ലേ. അവർക്കിവിടെ കടന്നു വരാൻ വരെ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ ആ വിഷയത്തിലൊക്കെ വളരെ കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ദീനിന്റെ സ്ഥാപനത്തിന് വേണ്ടി ധൈര്യം കൊടുത്തത് മഹാനായ ഖുറത്ത് സാദാത്ത് തങ്ങളാണ്. ഇങ്ങോട്ട് കടന്നു വന്ന കൊല്ലൂന്ന് വരെ പറഞ്ഞ സന്ദർഭങ്ങൾ എനിക്കറിയാം. കൊല ഭീഷണി വരെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ബഹുമാനപ്പെട്ട തങ്ങൾ ഒരാളും എന്നെ കൂട്ടാൻ വരണ്ട, ഞാൻ തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്ക് തന്നെ ഇവിടെ വന്നതില്ല എന്ന് ചോദിച്ചു നോക്കുക. ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു. തങ്ങളോടൊക്കെ ഞാൻ ചില സമയത്ത് ചോദിച്ചിരുന്നു, നമുക്ക് വേറെ എവിടെയെങ്കിലും നല്ല വിശാലമായ സ്ഥലം വാങ്ങിയിട്ട് സ്ഥാപനം ഉണ്ടായിക്കൂടെ? ഈ മുട്ടും കുന്നിലിൽ എന്താ അവിടെ സ്വർഗത്തിൻ്റെ തോപ്പാൻ പറ്റുമോ? ഇവിടെ എന്ത് സ്വർഗത്തിൻ്റെ ഒരു ഭാഗം പറ്റുമോ? എനക്ക് മുട്ടും കുന്നിലും മുട്ടും എല്ലാം എനക്കറിയും. ബന്ധിയോടും വളയവും ഈ പരിസരമെല്ലാം നമ്മളെ നാടെന്നല്ലേ. ഞാൻ ഇവിടെ തെക്കുന്നോ അല്ലെങ്കിൽ അങ്ങ് ഉപ്പള്ളിന്നോ വന്ന മൊയിലാരല്ലല്ലോ. ഞാൻ ഈ മഞ്ചേശ്വരക്കാരനാണ്, ഈ മണ്ണിൽ ജീവിക്കുന്നവനാണ്. ഇവിടുത്തെ ഓരോരുത്തൻ്റെ പോലീസ് എനിക്കറിയും. പൈസ ആകുമ്പോൾ അറിയും, പൈസ ആകുന്നതിന് മുമ്പ് അറിയും, എല്ലാം അറിയും. അതുകൊണ്ട് എൻ്റെ ആരും കുറെ പോലീസ പറയലുമില്ല. ചില പുറക്കെല്ലാം ഞമ്മ കയറുമ്പോൾ ഉസ്താദെ ദാരന്തം തലക്ക് മുട്ടിപ്പോണ്ടെന്ന് പറഞ്ഞിരുന്നു. ദാരന്തം തലക്ക് മുട്ടിയിട്ടുണ്ടാകും. അത്രയും ചെറിയ ചെറിയ ദാരന്തം ഉണ്ടോറും എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പൊ വലിയൊരു പുറയും കൊട്ടാരം കെട്ടിയപ്പോ ഇപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കാരണം. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ഇത് രണ്ടും എനിക്കറിയാം. അതിന്റെ പോലീസ് ഒന്നിനോട് ആരും പറയലുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം വിഷയത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ നമുക്കൊക്കെ നൽകിയ ഒരു ധൈര്യം ഞാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഗസി റോഡ് അവിടെ തന്നെ സ്ഥാപനമാക്കും. എവിടെ നിങ്ങളെ അവിടെ തന്നെ ഇപ്പൊ ഉള്ളിടത്ത് തന്നെ. ഇപ്പൊ ഉള്ളിടത്ത് തന്നെ സ്ഥാപനമാക്കും. അല്ല വേറെ സ്ഥലത്തല്ല, അവിടെ അവിടെ ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോ അവിടെ തന്നെ ഉണ്ടാക്കണം. അതാണ് ദീൻ. ഇങ്ങനത്തെ പേടി ഇല്ലതാ, പേടിയില്ല, അങ്ങനെ പേടിയില്ല. അല്ല എന്തെങ്കിലും എന്ത് കൊന്നുറോ കൊന്നെങ്കിൽ നല്ല ഷഹീദായിട്ട് മരിക്കാം. എന്തെങ്കിലും മരിക്കണ്ടേ? കൊന്നെങ്കിൽ ഷഹീദായിട്ട് മരിക്കാൻ ദീനിന് വേണ്ടിയല്ലേ. നമ്മടെ കക്കാൻ പോകുന്നല്ലോ, വേറെ കള്ളിഷാപ്പ് കൊടുക്കുന്നല്ലോ. ദീനിന്റെ സ്ഥാപനം തുടങ്ങിയല്ലേ, അള്ളാന്റെ ദീനിന്റെ. അത് അവിടെ ആകാനുള്ളത് ആയിട്ടേ പറ്റൂ. അതിനാർക്കും തടയാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പയുടെ മക്ബറ ഏട്ടിക്കുളത്ത് അവരെ ജനാസ മറയടക്കിയപ്പോ ആ നാട്ടിലുണ്ടായ ചില സംഭവങ്ങൾ നമുക്ക് ചിന്തിക്കാൻ വരെ കഴിയില്ല. ഒരു നാട് മുഴുവനും എതിരാവുകയും എല്ലാ നിലക്കുള്ള ആളുകളും ബഹുമാനപ്പെട്ട തങ്ങളെയും താജുൽ ഉലമയുടെ ഓറെ മക്ബറ അടക്കം കളച്ചിട്ടെറിയാൻ വേണ്ടി ഇതേ വാക്ക് പറഞ്ഞിരുന്നു. കളച്ചിട്ട് കൊണ്ടുപോ ഇവിടെ വെക്കണ്ട എന്നുവരെ പറയാൻ അവിടെ ചില നാവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖൂറത്ത് തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ആശയ ആദർശത്തിലും തന്റെ നിലപാടിലും വളരെ കർശനമായൊരു നിലപാട്, എന്റെ ജീവനുള്ള കാലത്തോളം അനക്കാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു. പോലീസ് ഡിപ്പാർട്ട്മെന്റും സർക്കാരുകളും പഞ്ചായത്തും ഒക്കെ പേടിച്ചുപോയി തങ്ങളെ ആ മനക്കരുത്തിന്റെ മുമ്പിൽ. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഒരാളെ മുമ്പിലും തലകുനിക്കാത്ത ഒരു നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ കോയമ്പത്തങ്ങൾ. അല്ലാഹു അവരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ.
അവരെ ഈമാൻ കൊണ്ട് അല്ലാഹു നമുക്ക് ധൈര്യം നൽകട്ടെ. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോഴല്ലേ ഒരു മനുഷ്യന്റെ ഹിമ്മത്തും ധൈര്യവും വേണ്ടത്. താനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസിൽ തന്നെ ആലിമീങ്ങൾ കണ്ടില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ ശക്തനായ വലിയ ധീരനായ ഉമർ ഇബ്നു ഖത്താബിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഉമറേ, പരിശുദ്ധ ദീനിന് ഏറ്റവും വലിയ പ്രതിസന്ധി വരുന്ന ഈ സമയം, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തും അതിൽ ജനങ്ങൾക്കുള്ള പരിഭ്രാന്തിയും ശത്രുക്കളെല്ലാം ഒന്നിച്ചിട്ടുള്ള അവരുടെ എതിർപ്പും എല്ലാം കൊണ്ടും അല്ലാഹുവിന്റെ ദീനിനെ കൊല്ലാൻ, ഇല്ലാതെയാക്കാൻ ശത്രുക്കൾ ഒന്നിച്ചു വരുമ്പോ യഹൂദിയും നസ്രാനിയും മക്കാ മുശ്രിക്കും എല്ലാ ശക്തിയും ഒന്നിച്ച് കള്ളനബിയും മുസൈലമത്തുൽ കദ്ദാബിന്റെ ആളുകളും എല്ലാം ഒന്നിച്ചു വരുമ്പോൾ, ഉമറേ, നീ വലിയ ധൈര്യമുള്ള ആളായിരുന്നല്ലോ ഉമറേ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്. ഇസ്ലാമിൽ വന്നപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഉമർ ഒരു ഭീരു ആയിപ്പോയോ, ഒരു ധൈര്യമില്ലാത്ത പേടിയുള്ളവൻ ആയിപ്പോയോ ഉമറേ എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞപ്പോൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ചോദ്യം കേട്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സിദ്ദീഖുൽ അക്ബറിന്റെ ഖൽബിലേക്ക് അല്ലാഹു ഇട്ടുകൊടുത്ത ആ ഒരു ഹിമ്മത്തും ധൈര്യവും ആ ഒരു ഈമാനും അല്ലാഹു എന്റെ ഖൽബിലും ഇട്ടു തന്നു. ഞാനപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞു, ഞങ്ങളെല്ലാം നിങ്ങളെ കൂടെയുണ്ട് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറേ കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ആരും എന്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ ഒറ്റക്ക് തന്നെയാണെങ്കിലും ശരി, ഈ ഏറ്റെടുത്ത ഉത്തരവാദിത്യം ദീൻ ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്നില്ലേ. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഫളൽ കോയമ്മ തങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ എടുത്ത നിലപാടുകൾ അതായിരുന്നു. അതാണ് ജനങ്ങൾക്കറിയേണ്ടത്, അത് പറയേണ്ടതും അതാണ്. ചിലപ്പോൾ കറാമത്ത് ആരെങ്കിലും പറഞ്ഞ ആ കറാമത്ത് പറഞ്ഞ ആളെ കൊണ്ട, അതിനെ ചെയ്ത ആളെ കൊണ്ട, പെറ്റ പെണ്ണെ കൊണ്ട, ആണ്ണെ കൊണ്ടാൽ ഓനെ കൊടുന്ന് രണ്ടാമത് പിടിച്ചോ. ഓൻ ചിലപ്പോൾ അപ്പൊ ശൂന്യായിട്ടുണ്ട്, ചിലപ്പോൾ ഇപ്പൊ സലഫി ആയിട്ടുണ്ടാവും. ഓനെ കൊണ്ട് കൊടുത്തു. നമ്മളെ കറാമത്ത് എന്ന് പറഞ്ഞാൽ ദീന് നിലനിർത്തുന്ന വിഷയത്തിലുള്ള ആ ഹിമ്മത്തും ധൈര്യവും ഇസ്തിഖാമത്തും, അതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. അതാണ് മഖ്ദൂമിയ സ്ഥാപനത്തിന്റെ വലിയ ശക്തി. ബഹുമാനപ്പെട്ട തങ്ങളുടെ ആ നിലപാടും തങ്ങളെ പിന്തുണയും ആയിരുന്നു. ഇപ്പോഴും ബഹുമാനപ്പെട്ട തങ്ങളെ കൊണ്ടുള്ള വലിയ ഫലവും ധൈര്യവും ആശരിക്ക് എപ്പോഴും അനുഭവപ്പെടുന്നുണ്ടാകും. അദ്ദേഹത്തിനും പ്രതിസന്ധികളുണ്ട്, ശാരീരികമായി എല്ലാ വിഷമങ്ങളും പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ വിട്ടെറിഞ്ഞു പോകാനുള്ളതല്ലല്ലോ അല്ലാഹുവിന്റെ ദീൻ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, വഇൻ കുത്തിഇത വഇൻ ഹുർരിക്ത, നിന്നെ കഷ്ടമാക്കപ്പെട്ടാലും നിന്നെ തീയിലിട്ടിട്ട് കരിക്കപ്പെട്ടാലും നീ ആശയത്തിൽ ആദർശത്തിൽ ഒരു ഇഞ്ച് വ്യതിചലിച്ചു പോകാൻ നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയല്ലേ. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ ശത്രുക്കൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ കയറ് കെട്ടി അന്നത്തെ ആ അറേബ്യൻ നാട്ടിലെ ആ കറുത്ത പാറകളെ മേലെ, പാറക്കല്ലിന്റെ മേലെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് നെഞ്ഞത്ത് വലിയ കനമുള്ള പാറക്കല്ല് വെച്ചിട്ട് ആനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ വലിച്ചു കൊണ്ടുപോയില്ലേ. നെഞ്ഞത്ത് വലിയ പാറക്കല്ല്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ പുറത്തിന്റെ ഭാഗത്തുള്ള തൊലിയും രക്തങ്ങളും മാംസങ്ങളൊക്കെ ആ കരിമ്പാറയിൽ പിടിച്ചില്ലേ. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ദീനിന്റെ പ്രവർത്തന രംഗത്തിൽ നിന്നിട്ട് ഒരു ഇഞ്ച് മാറിയോ? ഈ പാരമ്പര്യമല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ ദീനിന്റെ വിഷയത്തിൽ പിടിച്ചു നിർത്തുന്നത്? എല്ലാ സൗകര്യങ്ങളും നമ്മളെ സ്വീകരിക്കാനും കൊണ്ടാടാനും ആളുണ്ടെങ്കിൽ മാത്രം നമുക്ക് ദീന്, അല്ലെങ്കിൽ നമുക്ക്
ദീനില്ല, ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല. അതാണ് ബഹുമാനപ്പെട്ട ഖുറത്തു സാനാത്ത് തങ്ങൾ കുറഞ്ഞ കൊല്ലത്തെ ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു. അത് മുഴുവനും കിട്ടിയത് മഹാനായ താജുൽ ഉലമയിൽ നിന്നിട്ട്. മഹാനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ് അല്ലാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഹുസൈനെ, ഈ ജാമിയ സാദിയെ നിലനിർത്താൻ വേണ്ടി മാസങ്ങളോളം ഞാൻ ഈ പാർപ്പിന്റെ മേലെ പോയിട്ട് രാത്രി താഴെ റൂമിൽ കടക്കാൻ ധൈര്യമില്ലാതെ ബാർപ്പിന്റെ മേലെ പോയിട്ട് രാത്രി ആ മഞ്ഞിക്ക് ഞാൻ മാസങ്ങളോളം കിടന്നിരുന്നു എന്ന് മഹാനായ ഉസ്താദ് പറയും. അത്രയും എതിർപ്പുകൾ ഒരു സമയത്ത് പ്രശ്നങ്ങളുടെ പേരിൽ എല്ലാ കക്ഷി ഒന്നിച്ചുകൊണ്ട് ആ നിലക്ക് ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അത് വിട്ടെറിഞ്ഞു പോയില്ല. അതുകൊണ്ടല്ലേ ആ സ്ഥാപനം നിലനിന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് മഹാന്മാരുടെ ഏറ്റവും വലിയ കറാമത്ത്. അതാണ് ഇവിടെ കാണുന്ന ഈ നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും ഈ സ്ഥാപനവും തന്നെയാണ് ബഹുമാനപ്പെട്ട ഖുറത്ത് തങ്ങളുടെ ഏറ്റവും വലിയ കറാമത്ത്. അത് തന്നെയാണ്. വേറെ നിരവധി സംഭവങ്ങൾ എനിക്കറിയാം, അതൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. എത്രയോ സംഭവങ്ങൾ എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ട്. ഏതെങ്കിലും കേട്ടുകേളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാറുമില്ല. എനിക്ക് അനുഭവപ്പെട്ടതും അതേ സ്ഥാനത്ത് ആ നിലക്ക് പറയാൻ പറ്റുന്നവർ പറഞ്ഞത് മാത്രമേ ഞാൻ എവിടെയും പറയുന്നുള്ളൂ. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ട്. വളരെ മന്ദമായിരുന്നു എന്ന് മാത്രമല്ല, നല്ല സമയത്തും ഫോൺ ചെയ്താൽ ഒരു മണിക്കൂറൊക്കെ സംസാരിക്കും. അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഓരോടുത്ത് പോയാലും പുറത്ത് കുറെ ആള് നിൽക്കുന്നെങ്കിലും എന്നോട് പറയും, അവിടെ എല്ലാം ആള് നിൽക്കട്ടെ, നിങ്ങൾ എവിടെ ഇരിക്കും. എൻ്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടാനാണ് നിങ്ങൾ ഇവിടെ വരുന്നത്. പുറത്തു നിൽക്കുന്ന ആളൊക്കെ ഓരോ വിഷമം എന്നോട് പറയാനാണ് വന്നത്. അവിടെ നിൽക്കട്ടെ, നിങ്ങൾ അല്ലാഹു ആ മഹാന്മാരെ കൂടെ അല്ലാഹുവിൻ്റെ സ്വർഗ്ഗലോകത്ത് നമ്മളെ ഒരുമിച്ച് കൂട്ടി ആ മുഖങ്ങൾ കാണാനും നമ്മൾ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ട് നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി റബ്ബിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അവർ ഈ ഭൗതികമായ ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചത് അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ദുനിയാവ് മുഴുവനും അവർക്ക് അത്രയും ഉണ്ടാക്കാൻ കഴിയും. അതൊന്നും അവർ ശ്രദ്ധിക്കലില്ല. ഞാൻ ഗൾഫിൽ ഒരു യാത്ര ബഹ്റൈനിലേക്ക് പോയപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ പോയി അതിൻ്റെ പിറ്റേനാൾ തന്നെ പരിപാടി കഴിഞ്ഞു വന്നു. ഞാൻ 2 ദിവസം നിന്നിരുന്നു, 3 ദിവസം തങ്ങൾ ഒരേ ദിവസം. തങ്ങൾ അവിടെ ഒരാഴ്ച നിൽക്കുകയാണെങ്കിൽ അത്രയും ആളുകളും ആവശ്യങ്ങളും ഉണ്ട്. അതിനൊന്നും തന്നെ ബഹുമാനപ്പെട്ടവർ നിന്ന് കൊടുക്കുന്നില്ല. ഇവൻ വലിയ പണക്കാരനാണ്, ഇവൻ വലിയ ബോസാണ്, അങ്ങനെ ഒരു കണ്ണിലും ബഹുമാനപ്പെട്ട തങ്ങൾ ആരെയും കാണാറില്ല. സാധുക്കളോട് വലിയ സ്നേഹമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവം അങ്ങനെയല്ലേ. പാവങ്ങളെ സാധുക്കളെ ഏത് സമയത്തും അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പിടിച്ചില്ലേ. ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഭാഗത്തെ അലിമീങ്ങൾ പഠിച്ചില്ലേ. ഇതായിരുന്നു ബഹുമാനപ്പെട്ട ഖുറത്ത് തങ്ങളും. ആരെങ്കിലും ഒരുത്തിന് പണം പൈസ കൊടുത്തിട്ടോ അവന്റെ സൗകര്യം കൊടുത്തിട്ടോ ബഹുമാനപ്പെട്ട തങ്ങളെ മനസ്സിൽ ഒരു ചെറിയ വ്യത്യാസപ്പെടുത്താൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞില്ല. പല പണക്കാരനോട് പറഞ്ഞിരുന്നു, അങ്ങനെയുള്ള ഒരു കാര്യവും തങ്ങളെ കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞില്ല. എല്ലാവരോടും നല്ല സ്വഭാവം പെരുമാറ്റം. ഇതാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ജീവിതം. പ്രിയപ്പെട്ട ആലിമീങ്ങളും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളും ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ആ വഴിക്ക് തന്നെ നമ്മളൊക്കെ ജീവിച്ച് മരിക്കാൻ കഴിയും. ആരെങ്കിലും പറഞ്ഞൊപ്പിക്കാൻ വേണ്ടി ആർക്കെങ്കിലും വേണ്ടി നമ്മൾ ജീവിക്കരുത്. സ്വാർത്ഥത, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, കാര്യലാഭങ്ങൾക്ക് വേണ്ടി ദീനിനെ ഒറ്റിക്കൊടുക്കുന്ന സ്വഭാവം നമ്മുടെ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനൊക്കെ നമ്മൾ ചെയ്തിട്ട് പിന്നെ ഞാൻ തങ്ങൾ ആളാണ്, ഉള്ളാണ് തങ്ങൾ ആളാണ്, എം എ ഉസ്താദിന്റെ ആളാണ്, എ പി ഉസ്താദിന്റെ ആളാണെന്ന് നാവിൽ പറഞ്ഞാലൊന്നും ഒരു നടക്കൂല.
അവരാരും നിന്നെ തിരിഞ്ഞു നോക്കുകയും ഇല്ല. നമുക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ആ വഴി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത്. അതാണ് അവർ നമുക്ക് പഠിപ്പിച്ചു പോയതും. ദുനിയാവ് ഇന്നുണ്ടാകും നാളെ പോകും, പൈസ ഇന്നുണ്ടാകും നാളെ പോകും. ആരോഗ്യത്തിന്റെ അതും കഥ അതല്ലേ, ആഫിയത്തിന്റെ കഥ അതാണ്. എത്ര ആളുകളാണ് എത്ര നല്ല വളരെ നല്ല ആഫിയത്തും കുവ്വത്തും നല്ല ശക്തിയുമുള്ള ആള് ഒരു ചെറിയ രോഗവും കൂടി ഇല്ലാതെ പെട്ടെന്ന് അവിടെ നനിക്കുന്നു, ഒരു ചെറിയ വേദന വരുന്നു, കിടക്കുന്നു, മരിക്കുന്നു. ഇതാണ് ദുനിയാവ്. ഈ ദുനിയാവിനെ ഒപ്പിച്ചുകൊണ്ട് ദുനിയാവിന് വേണ്ടിയിട്ടല്ല ബഹുമാനപ്പെട്ട ഖുർആൻ തങ്ങൾ ഇവിടെ നമുക്ക് ജീവിച്ച് പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ മഖ്ദൂമിയക്ക് വേണ്ടി തങ്ങൾ ആ നിലക്ക് പ്രയാസപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല. ഏട്ടിക്കുളത്ത് ആ നിലക്കുള്ള പ്രയാസം സഹിക്കേണ്ട ആവശ്യമില്ല. തങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് അഹ്സനെ കൊണ്ടുപോയിട്ട് 2 ഏക്കർ 3 ഏക്കർ 10 ഏക്കർ സ്ഥലമാണെങ്കിലും വാങ്ങിക്കൊടുക്കാനും തങ്ങളെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന ആളുകളും തലങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താണ് ഇവിടെ തന്നെ ഇവിടെ അല്ലാഹുവിന്റെ ദീന് സുന്നത്ത് ജമാഅത്ത് അത് പറയാൻ കഴിയില്ല, അതിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഈ ഉമ്മത്തിൽപ്പെട്ട വിഭാഗം തന്നെ പറയുമ്പോൾ അവിടെ അല്ലാഹുവിന്റെ ദീന് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അതാണ് ഏറ്റവും വലിയ കറാമത്തും ധൈര്യവും. അതാണ് അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ ഹസനി ഉസ്താദ് തങ്ങളെ കൂടെ ഉറച്ചു നിൽക്കുകയും എല്ലാം തരണം ചെയ്തപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നിപ്പോൾ എത്ര വിദ്യാർത്ഥികളുണ്ട് ഉസ്താദേ? 300ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം ഇല്ലേ? നമുക്കൊരു 100 മദ്രസ കുട്ടികൾ പഠിക്കുന്ന മദ്രസ നടത്താൻ കഴിയുന്നില്ല. ശമ്പളം അപ്പുറം ഇപ്പുറമാണ്. 2-ാം തീയതിന്റെ ശമ്പളം 12-ാം തീയതി കൊടുക്കുന്നു. ജമാഅത്ത് ഞാൻ ഏതെങ്കിലും ഒരു ജമാഅത്തിനെ ചെറുതാക്കി നാളെ ജമാഅത്തിന് പെട്ട ആൾ തന്നെ. ഞാനും ജമാഅത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്, കമ്മിറ്റി ആയിട്ടെല്ലാം ഉണ്ട്, എനിക്കറിയാം. ചില സ്ഥലത്ത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നീ 12-ാം തീയതി ശമ്പളം കൊടുത്തിട്ടല്ല, നീ പിന്നെ കമ്മിറ്റി എന്ത് കമ്മിറ്റി എന്ന് കേട്ടിട്ടുണ്ട്. 2 മുഅല്ലിമീങ്ങളും അല്ലെങ്കിൽ 4 മുഅല്ലിമീങ്ങളും 150 കുട്ടികളും ഒന്തിക്കും സന്തിക്കും എല്ലാം മേകിച്ചു. ഇവിടെ 100-300ഓളം കുട്ടികൾ അവരുടെ ഭക്ഷണവും അവരുടെ താമസ സ്ഥലങ്ങളും സൗകര്യങ്ങളും എല്ലാം ഇവിടെ നൽകി അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, ടീച്ചർമാർ, മറ്റ് ബന്ധപ്പെട്ടവർ എല്ലാം തന്നെ ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ സ്ഥലം എടുത്തത് പൈസ കൊടുക്കണം, നിർമ്മിച്ചുകൊണ്ട് നിർമ്മാണത്തിന്റെ പൂർത്തീകരണം നടത്തണം. ഏതെങ്കിലും ഒരു സ്ഥലം എടുത്തത് അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ വെടി പൊട്ടിക്കുന്നവരുണ്ടാവും, വലിയ പട്ടാക്കി പൊട്ടിക്കും. ഏതെങ്കിലും നിർമ്മാണം ഇവിടെ നിന്നുപോയാൽ അത് നോക്കിയിട്ട് ചിരിക്കുന്നവരുണ്ടാകും. ഇത് ദീനാണ്, അള്ളാന്റെ ദീന്റെ സ്ഥാപനാണ് എന്നപ്പോൾ അവരെ ചിന്തയിൽ വരൂല. അപ്പോൾ ശൈത്താൻ അവരെ പൂർണ്ണമായും അവന്റെ വലയിൽപ്പെടുത്തിയിട്ട് എന്തും ചെയ്യാനും പറയാനും ആ സമയത്ത് ഓർമ്മ ചെയ്യിപ്പിക്കും. അതവരെ പറഞ്ഞിട്ട് കാര്യം ഇല്ല. ഞാൻ പറഞ്ഞത് അതിനെല്ലാം നേരിട്ടുകൊണ്ട് ഈ 100-300ഓളം വരുന്ന വിദ്യാർത്ഥികളെയും മക്കളെയും അതുപോലെ ഇവിടെയുള്ള ഉസ്താദുമാരെയും എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തും സ്ഥലമെടുക്കാനുള്ളത് ആ സ്ഥലം കൂടി എടുത്തുന്ന ഹസൻ ഉസ്താദ് പറഞ്ഞ് കുറച്ച് പൈസ ബാക്കിയുണ്ട്. അല്ലാഹു എല്ലാ കടങ്ങളും തീർത്ത് ഈ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിന് ഒരുപാട് കാലം ഹിമ്മത്തോടുകൂടി നിലനിന്ന് ദീനിന്റെ ആ പ്രവർത്തനങ്ങൾ നടത്താൻ റബ്ബേ നീ സഹായിക്കണം അല്ലാഹ്. മഹാനായ താജുൽ ഉലമ ഒരു വേദിയിലുണ്ടെങ്കിൽ ഒരാൾ ഉറക്ക ചമക്കൂല, സംസാരിക്കുന്ന പിന്നെ ഇല്ല. അതാണ് പേടി എന്ന് പറഞ്ഞാൽ. ഒരാൾക്ക് ചമ വന്നാൽ അയാൾ മെല്ലെ അടിച്ചിട്ട് പോയിട്ട് താഴെ പോയിട്ട് ചമച്ചിട്ട് വരും. ഇപ്പം ചമക്കുന്ന പോയിട്ട് മാന്താനും തുള്ളാനും എല്ലാം മൊബൈലെടുത്തിനും ഉണ്ടാനും എല്ലാം സ്റ്റേജിൽ തന്നെ നമ്മൾ ആളെ കാണുന്നുണ്ട്. ഞാൻ കുറവ് പറയില്ല. പേടിക്കപ്പെടുന്ന ആളുകൾ അതവർ അല്ലാഹുവിനെ പേടിച്ചപ്പോൾ അവരെ പേടിക്കുന്നു. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹുവിനെ പേടിക്കേണ്ട ക്രമത്തിൽ ഒരുത്തൻ പേടിച്ചാൽ അവനെ എല്ലാവരും പേടിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
വിശുദ്ധ ഖുർആനും പറഞ്ഞു ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ പേടിക്കുന്നവർ, അല്ലാഹുവിനെ ശരിക്കറിഞ്ഞവർക്ക് മാത്രമേ അല്ലാഹുവിനെ പേടിക്കാൻ കഴിയുള്ളൂ. അല്ലുലമാ മൗലാക്കന്മാർ എന്ന് അർത്ഥം വെച്ചുകൂടാ. ഹനാണ് ചേകനൂർ മൗലാക്കന്മാരിൽ പെട്ടവരല്ലേ, ഉമർ മൗലവി മൗലാനല്ലേ. ഇപ്പൊ എത്ര സലഫി മൗലവിമാരുണ്ട്, അവർക്ക് മൗലാനില്ലേ. പക്ഷെ അള്ളാഹുവിനെ അറിയേണ്ട ക്രമത്തിൽ അറിഞ്ഞവർ മാത്രമേ അള്ളാഹുവിനെ പേടിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള മഹാനായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമാ റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആ താജുൽ ഉലമയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കൂറത്ത് തങ്ങളുടെ പിതാവ് വാപ്പ. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരു പറഞ്ഞ വാക്ക് എങ്ങനെയാണ്, നമ്മളെ കോയമ്മ അങ്ങനെ പറയാം, നമ്മളെ കോയമ്മൻ്റെ അടുത്ത് ഭയങ്കര ആള് വരുന്ന പോലും നിങ്ങൾ അറിയില്ലേ? ഞാൻ പറഞ്ഞ അതേ വരുന്നു. അതങ്ങനെ ആള് വരുന്നത് എന്തറിയോ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, അത് കോയമ്മക്ക് തീരെ ദേഷ്യം ചൊടി വരുന്നില്ല. എന്നെപ്പോലെ ചൊടി വന്ന ആളും വരും. ഇപ്പം എൻ്റെ അടുത്തൊക്കെ ഒരൊറ്റ കുട്ടി വരുന്നുണ്ട്, അത്ര വരണമെങ്കിൽ എത്ര പേടിയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വരുമെന്നല്ലാതെ വേറെ ആരും ഇങ്ങനെ വരുന്നുണ്ടോ? അതുകൊണ്ട് കോയമ്മ നിങ്ങൾ കുറച്ച് ദേഷ്യം പിടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കണക്കായി. ഓറ് അങ്ങനെ പറയും, ഓരോട് പറയുമ്പോൾ റാഹത്താ. ഓറ് ദേഷ്യം പിടിക്കുന്നതുകൊണ്ട് ആർക്കും വരാൻ കഴിയുന്നില്ല, അടുക്കാൻ കഴിയുന്നില്ല. പിന്നെ ഓരോ മകനെന്ന നിലക്ക് കോയമ്മ തങ്ങളാണ് ഇപ്പം എല്ലാവർക്കും പോകാനും ബന്ധപ്പെടാണ്. പിന്നെ കോയമ്മാനെ കൊണ്ടും തങ്ങളെ കൊണ്ടും കൂടി ദേഷ്യം പിടിപ്പിച്ച പിന്നെ അടുത്തേക്ക് പോകേണ്ടത്. ഓ അങ്ങനെ ഉണ്ടല്ലേ, എന്നാൽ പിന്നെ വേണ്ട പൊട്ട അങ്ങനെ പറയും. അത് ബഹുമാനപ്പെട്ട സജിപ്പത്ത് ഉസ്താദ്, അല്ലാഹു അവർ ദറജ ഉയർത്തി കൊടുക്കട്ടെ. സജിപ്പ ഉസ്താദ് എന്ന് പറഞ്ഞ വലിയ മഹാൻ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ആലിമീങ്ങൾക്ക് അറിയില്ല. വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുടെ ശിഷ്യനാണെങ്കിലും മൂപ്പരെന്നോട് പറയും, ഞാൻ കരുവന്തുരുത്തി പോകുമ്പോൾ ചെറുവത്തൂർ പോയിട്ട് അബ്ദുള്ള മൈലാരെ വീട്ടിൽ പോയിട്ട് മൂപ്പരെ കണ്ട് ദ്വാരപ്പിച്ചിട്ടാ പോക്ക്. എൻ്റെ ശിഷ്യനാണ്. ഞാൻ ദ്വാരപ്പിക്കാൻ വേണ്ടി വീട്ടിൽ പോയാൽ മൂപ്പർ ആകെ ബേജാറായി കരയും. ഷെയ്ഖുൻ എന്തിനാ വന്നത്, ഉസ്താദ് എന്തിനാ വന്നത് എന്ന് പറഞ്ഞ് ബേജാറായി കരയും. മൂപ്പർക്ക് ചെറിയ സൈഡ് എഫക്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കാണാൻ അങ്ങനെ മൂപ്പർക്ക് വരാൻ കഴിയില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണുകയാണ്. ഇന്നിപ്പോ ജീവിക്കുന്നവരിൽ അങ്ങനെ പോയി കണ്ട് ദ്വാരപ്പിക്കാൻ പറ്റിയ ഒരാൾ മൂപ്പരെ ഞാൻ കാണുന്നുള്ളൂ. അല്ലാഹു അവരുടെ ഇൽമിൻ്റെയും അവരുടെ വലിയ ബറക്കത്ത് കൊണ്ട് നമ്മളെ മുതഅല്ലിമീങ്ങളെയും മക്കളെയും അല്ലാഹു ഇൽമിൻ്റെ ഹിലുകാരിലും ആ യഥാർത്ഥ പാതയിൽ അല്ലാഹു നിലനിർത്തി തരട്ടെ. ബഹുമാനപ്പെട്ട ഉള്ളാളത്തോപ്പാപ്പ മഹാനവർ അവർകൾ അവിടുന്ന് വഫാത്തിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഈ പരിശുദ്ധ ദീനിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഹക്ക് പോലെ നിലനിർത്താനും അത് പറയാനും ഇവിടെ നമുക്ക് ഏൽപ്പിച്ചു തന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഞാനിനി കുറെ ഉണ്ടാവൂല, മുപ്പര് പറഞ്ഞ വാക്ക് ഉള്ളാളത്തൊപ്പ. ഞാൻ കുറെ ഉണ്ടാവൂല, ഞാൻ ഇത്ര ഉണ്ടായത് തന്നെ കുറെ ഏറെയാണ്. എൻ്റെ ഉപ്പമാപ്പാപ്പന്മാരൊക്കെ വേഗം മരിച്ചു പോയിട്ടുണ്ട്. ഇനി ഞാൻ വേഗം പോവും, എനിക്ക് കുറെ ഉണ്ടാവൂല. പക്ഷെ ആ കാര്യങ്ങളെല്ലാം കോയമ്മനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കോയമ്മ പറഞ്ഞോളൂ. മകനെ പറ്റിയാ പൂറത്തങ്ങളെ പറ്റിയാ പറയും, അങ്ങനെ പറയാം. ആ പറഞ്ഞതുപോലെ തന്നെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നേതാക്കളെ, മുതഅല്ലിമുകളെ, ഉമ്മമാരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ വിഷയത്തിൽ തനിക്ക് സത്യമാണെന്ന് നേരാണെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിൽ
ബഹുമാനപ്പെട്ട ഫضل കോയമ്മ തങ്ങള്, കൂറത്ത് തങ്ങള്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഒരു തീരുമാനത്തിൽ, ഒരു വിഷയത്തിന്റെ മുമ്പിൽ വലിയ പർവ്വതങ്ങൾ തന്നെ വന്നാലും ബഹുമാനപ്പെട്ട തങ്ങളെ ഒരിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ കഴിയില്ല. അതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. അത് എത്രയോ വിഷയങ്ങളിൽ കാണാം. കറാമത്ത്, കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് വെള്ളം കൊടുത്തിട്ട് രോഗം മാറല, അതല്ല എന്നല്ല പറയണം. അതൊന്നും വലിയൊരു കറാമത്ത് എന്ന് പറയാനില്ല. ഒരു മക്കളില്ലാത്ത ഒരാൾക്ക് പറഞ്ഞപ്പോ മക്കളായി. അങ്ങനെ ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ചില ആൾ പറഞ്ഞിട്ടും മക്കളായി. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുള്ള ഇസ്തിഖാമത്ത്, ദീനിന്റെ വിഷയത്തിൽ വളരെ കർശനമായ നിലപാട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകാതെ ഏതൊരു പണക്കാരന്റെയും രാഷ്ട്രീയക്കാരന്റെയും ഭരണാധികാരിയുടെ മുമ്പിലും സത്യം സത്യം പോലെ പറയാനുള്ള ഹിമ്മത്ത്, ആ മനക്കരുത്ത്, ആ ധൈര്യം, അതാണ് കറാമത്ത്. ആ കറാമത്തുള്ള, ആ ഹിമ്മത്തുള്ള നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന ഫضل കോയമ്മ തങ്ങൾ, കൂറത്ത് തങ്ങൾ, കൂറത്തു സദാത്ത്. അതിവിടെ അഹ്സനി ഉസ്താദ് വളരെയേറെ അനുഭവത്തിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം മനസ്സിലാക്കിയതുപോലെ വേറൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല.